കേരളത്തിൽ ബി.ജെ.പിക്കുണ്ടായ മുന്നേറ്റത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് വിജയം നേടിക്കൊടുത്ത പാർട്ടി പ്രവർത്തകരെ പ്രശംസിച്ച് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തൊട്ടു പിന്നാലെ പ്രശംസയുമായി യോഗി ആദിത്യനാഥും ജെ.പി. നദ്ദയും എത്തി. ഇതോടെ പ്രവർത്തകർക്കാകെ ആവേശവുമായിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മിന്നും വിജയം സ്വന്തമാക്കിയ ബി.ജെ.പിക്കും പ്രവർത്തകർക്കും അഭിനന്ദനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്താൻ ഒട്ടും വൈകിയതുമില്ല. കേരള രാഷ്ട്രീയത്തിലെ നിർണായകമായ നിമിഷമാണ് ഈ വിജയമെന്നും ഇടതുപക്ഷവും കോൺഗ്രസും വർഷങ്ങളായി ആധിപത്യം പുലർത്തുന്ന സംസ്ഥാനത്ത് എൻ.ഡി.എയുടെ വികസന രാഷ്ട്രീയം സ്വീകാര്യത നേടിയെന്നുമാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത്. എൻ.ഡി.എക്ക് നൽകിയ പിന്തുണയ്ക്ക് ജനത്തിന് നന്ദി പറഞ്ഞ പ്രധാനമന്ത്രി കേരളത്തിൽ വികസനം കൊണ്ടുവരാൻ എൻ.ഡി.എക്ക് മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും അതിൻ്റെ തെളിവാണ് ഈ വിജയമെന്നും പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ എൻ.ഡി.എക്ക് വോട്ട് ചെയ്ത കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി. കേരളം യു.ഡി.എഫിനെയും എൽ.ഡി.എഫിനെയും മടുത്തു. മികച്ച ഭരണത്തിനും വികസിത കേരളം കെട്ടിപ്പടുക്കാനും കഴിയുന്ന ഒരേ ഒരു പാർട്ടിയായി എൻ.ഡി.എയെ കാണുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി നേടിയ വിജയം കേരള രാഷ്ട്രീയത്തിലെ വഴിത്തിരിവാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പിയുടെ വിജയത്തിൽ പ്രശംസിച്ചു. തിരുവനന്തപുരത്തെ ജനങ്ങളുടെ വിശ്വാസത്തിനും പിന്തുണയ്ക്കും നന്ദിയെന്നും ബി.ജെ.പി പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങളെന്നും യോഗി ആദിത്യനാഥും എക്സിൽ കുറിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തെ ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയും രണ്ട് കൈ നീട്ടിയാണ് സ്വാഗതം ചെയ്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ എൻ.ഡി.എക്കൊപ്പം നിന്നതിന് കേരളത്തിലെ ജനങ്ങൾക്ക് ഹൃദയംഗമമായ നന്ദി. ഭരണമാറ്റം ജനം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ശക്തമായ തെളിവാണ് പുറത്തുവന്ന ഫലം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത കേരളം എന്ന ദർശനത്തെ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ വിശ്വാസത്തിൽ എടുക്കുന്നതായും ജെ.പി. നദ്ദ എക്സിൽ കുറിച്ചു. എന്തായാലും പ്രധാനമന്ത്രിയുടെയും യു.പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെയും പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയുടെയുമൊക്കെ പ്രശംസകൾ അത് വെറും പ്രശംസയല്ല, ഇനി അങ്ങോട്ട് കേരളത്തിലും തിരുവനന്തപുരം നഗരസഭയ്ക്കും ലഭിക്കാൻ പോകുന്ന വിവിധ വികസന താമരത്താളുകളുടെ ഒരു തുടക്കം തന്നെയാണ് എന്ന് വേണം കരുതാൻ.